ഗസയിൽ നിന്ന് കിട്ടിയ പണിയൊന്നും മതിയായില്ലെന്ന് തോന്നുന്നു ഇസ്രയേലിന്. ലോകത്തെ അതിബുദ്ധിമാന്മാരാണെന്ന് വിശേഷിപ്പിച്ച ഇസ്രയേലിനെതിരെ സോഷ്യൽ മീഡിയകളിൽ ആകെ ട്രോളുകളുടെ പൊടിപൂരമാണ്. 3 പേർക്ക് പകരം 300 പേർ ഇങ്ങനെയൊക്കെയാണ് ഇസ്രയേലിനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ കളിയാക്കിയാലും കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ 3 പേരെ കിട്ടിയതിന് പകരം 100 പേരെ തിരിച്ചു കൊടുക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം തൊട്ട് ഇങ്ങോട്ട് ഇങ്ങനെയൊരു ചരിത്രവുമില്ല. അതെല്ലാം മറക്കാമെങ്കിലും ഇപ്പോൾ കടുത്ത ഭീഷണി തന്നെ മുഴക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള. വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള 60 ദിവസം കഴിഞ്ഞും സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കഴിഞ്ഞ നവംബറിലാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത്. ഒരു വർഷത്തോളം നീണ്ട സംഘർഷത്തിന് ഒടുവിലായിരുന്നു തീരുമാനം. ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ സേന തെക്കൻ ലെബനനിൽ നിന്നും 60 ദിവസത്തിനകം പിന്മാറണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട്. കരാർ പ്രകാരം പിന്മാറാനുള്ള അവസാന ദിവസം മറ്റന്നാളാണ്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കൊഴുകുന്ന ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കരാറിലുണ്ട്. ഇസ്രയേൽ സൈന്യം ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്നും കരാറിലുണ്ട്. അതിനിടെ സേനാ പിന്മാറ്റത്തിന് ഇസ്രയേൽ 1 മാസം കൂടി സമയം നീട്ടി ചോദിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ സാധാരണക്കാരടക്കം 3700 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ലെബനൻ പുറത്തുവിട്ട കണക്ക്. അതേസമയം വിവിധ ഏറ്റുമുട്ടലുകളിലായി 130 പേർ മരിച്ചെന്നാണ് ഇസ്രയേൽ അറിയിച്ചത്. ഇസ്രായേലിനെതിരെ ദൈവിക വിജയം നേടിയെന്നും ശത്രുക്കൾക്ക് മുന്നിൽ തലയുയർത്തിയാണ് നിൽക്കുന്നതെന്നും വെടിനിർത്തലിന് ധാരണയായതിന് പിന്നാലെ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം പ്രതികരിച്ചു.